ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തു. അതിന് ഒരു 2 സവാള, ഒരു തക്കാളി, ഇഞ്ചി, കുരുമുളക്, മുഴുവൻ കുരുമുളകും, പിന്നെ വെളുത്തുള്ളി കൂടെയുള്ള പേസ്റ്റാണിത്. ഇത് കറിവേപ്പില, പിന്നെ ഒരു 1/4 ഭാഗം നാരങ്ങ, പിന്നെ ഇത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പിന്നെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൽ നിന്നൊരു കുറച്ച് ഭാഗം എടുത്ത് ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഇതിനകത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ നാരങ്ങയും ഇതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഈ തക്കാളി സവാള പിന്നെ നമുക്ക് വഴറ്റാം. ഓക്കെ, അതങ്ങനെ ചിക്കൻ മാരിനേറ്റ് വെച്ചു. ഇത് നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി. നല്ലതാൽ ഉപ്പ് കയറ്റി പിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സവാളയൊക്കെ വഴറ്റാം. ഹായ്, ഇതിന് പാൻ അടുപ്പിൽ വെച്ചു. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ പിന്നെ പെരുംജീരകം ഒന്ന് ഇട്ട് പൊട്ടിച്ചു. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഇതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലേ, അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ നല്ലപോലെ വഴറ്റുക. ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലപോലെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്നിട്ട് മാറി ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് നമുക്ക് സവാള ഇത് നല്ലൊരു ഗോൾഡൻ കളറാവണേ. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ സവാളയൊക്കെ ഗോൾഡൻ കളറായപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച മസാല ഇതിനകത്തോട്ട് ഇട്ട് കുറച്ച് ഭാഗം നമ്മളതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ. ബാക്കിയുള്ള മസാല ഇതിനകത്തോട്ട് ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഉള്ളിക്കകത്ത് നന്നായിട്ട് വഴറ്റി ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി ഇടാം. ഇത് നല്ലതുപോലെ വേവട്ടെ. അപ്പം ഈ സവാളയൊക്കെ നമ്മളിങ്ങനെ വഴറ്റി കഴിഞ്ഞ് തക്കാളി ഒരു വേവായപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല പിടിപ്പിക്കണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി വെച്ച് അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിക്കാം കേട്ടോ. ഓൾറെഡി വെള്ളത്തിൽ വെള്ളം ഇറങ്ങും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടി നമ്മൾ അടച്ച് വെക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ റോസ്റ്റ് നല്ലതുപോലെ ഡീപ്പ് റോസ്റ്റ് ആക്കിയില്ല, ഒരു കുഴമ്പ് പരുവത്തിലായി. നല്ല ഉപ്പ് എരിയെല്ലാം പിടിച്ചു. നമുക്ക് നല്ലൊരു ഡീപ്പ് റോസ്റ്റ് ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോടൊക്കെ ഒഴിച്ച് നമുക്കിങ്ങനെ കുറേ ടൈം ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിതെടുക്കുവാണ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സ്കിപ്പ് ചെയ്ത്. നമ്മുടെ കുറച്ച് തേങ്ങാക്കൊത്തിട്ട്, അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഞാൻ കുറച്ച് എണ്ണ ഇട്ടുള്ളൂ. അപ്പോൾ അത് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഹായ് കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ചിക്കൻ റോസ്റ്റ്. ഇത് ഡീപ്പായിട്ട് നല്ല ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറ്റാം. കുറച്ച് നേരം കൂടെ നമുക്ക് എണ്ണയിലിട്ടിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊണ്ടിരുന്നാൽ മതി. ഇത് അത്രയും പോയില്ല, ഞാൻ അതിന് മുമ്പ് എടുത്ത്. ഇവിടെ ഇതാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. സ്ലോ ഫയറിൽ നമ്മൾ ചിക്കൻ വേവിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഉപ്പേരിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാവും. ഒട്ടും ചുരുണ്ടൊന്നും പോകത്തില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പോൾ ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.